നമസ്കാരം. പ്രധാന വാർത്തകൾ. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതെന്നും കെ രാജൻ. സിമന്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച കരിമ്പ പനയമ്പാടത്ത് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഉദ്യോഗസ്ഥർക്കൊപ്പം അപകടസ്ഥലവും മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി സന്ദർശിച്ചു. നാട്ടുകാരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി. കരിമ്പ മേഖലയിൽ നിരവധി വാഹനാപകടങ്ങളുണ്ടായിട്ടും സർക്കാർ ഗൗരവത്തിലെടുക്കാതിരുന്നതാണ് കൂടുതൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. മന്ത്രി കണ്ടെത്തുന്നതിനു മുമ്പ് നാട്ടുകാർ ഈ ഭാഗത്തെ പാതയുടെ പ്രശ്നം കണ്ടെത്തി പരാതി നൽകിയതാണ്. പരാതികളും നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിച്ചില്ലെന്നും PM.A. സലാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ വൻ അഴിമതി. KCB എന്നും CPM-ന്റെ കറവ പശു. താൻ MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ഇതിലെന്താണ് തെറ്റെന്നും രമേശ് ചെന്നിത്തല. പൂരം പ്രതിസന്ധി വിഷയത്തിൽ ശബരിമല മോഡൽ സമരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കരുതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. വയനാട്ടിലെ സഹായത്തിന് കേന്ദ്രം പണം ചോദിച്ചു എന്നത് വ്യാജ വാർത്ത. പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരുന്നത് കഴിവുകേട് മറച്ചുപിടിക്കാനെന്നും K. സുരേന്ദ്രൻ. കുന്നംകുളത്ത് ഹൈക്കോടതി മാർഗനിർദ്ദേശം ലംഘിച്ചുള്ള പൂരം നടത്തിപ്പിൽ സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തു. നടപടി കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിയമലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ 7 പേർ പ്രതികൾ. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. 3-ാം നിലയിലെ AC യൂണിറ്റിന് തീപിടിച്ചു. വൻ ദുരന്തമൊഴിവായത് ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലം. ചാലിശ്ശേരിയിൽ കിണറിൽ നിന്ന് ഉഗ്രവിഷമുള്ള അണലികളെ പിടികൂടി. വാർത്തകൾ വിശദമായി. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതാണെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. വെള്ളിയാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രം സഹായത്തിന് പണം ആവശ്യപ്പെട്ട വിവരം അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ നടപടി നീതീകരിക്കാനാകാത്തതാണ്. വകുപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ചിലരുടെ വാദം. അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നടത്താൻ പറ്റിയിടം ഡൽഹിയാണ്. സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കരുത്. ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. L3 വിഭാഗത്തിൽ ചൂരൽമല ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് ചെയ്യാത്തതിനാൽ കേരളത്തിന് പല കോണുകളിൽ നിന്ന് ലഭിക്കേണ്ട സഹായം പോലും ലഭിക്കുന്നില്ല. വയനാട് വീട് നിർമ്മിച്ചു നൽകാം എന്ന് അറിയിച്ചവരുടെ യോഗം ഈ മാസം ചേരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ച് വീട് നിർമ്മാണം സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യും. സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാകാൻ വൈകിയതാണ് വീട് നിർമ്മിക്കുന്നതിൽ തീരുമാനം വൈകാൻ ഇടയാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. കോടതിയുടെ മുമ്പാകെ കേരളം പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ കയ്യിൽ പണം ബാക്കിയുണ്ട് എന്ന് നടത്തുന്ന പ്രചരണങ്ങൾ കേരളം വിവിധങ്ങളായ ഏജൻസികളോട് നടത്തിയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ 1 കിലോമീറ്റർ റോഡ് പണിയാൻ 60,000 രൂപയായിരുന്നു നേരത്തെ. വർദ്ധിപ്പിച്ച ഉത്തരവനുസരിച്ച് 75,000 രൂപ വരെ മാക്സിമം കൊടുക്കാനാണ്. 75,000 രൂപയ്ക്ക് റോഡ് പണിയുമ്പോൾ ഒറ്റ ടെൻഡറിൽ പോകില്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2022-ലും 23-ലും 24-ൻ്റെ തുടക്കത്തിലും കൊടുത്തിട്ടുള്ള നമ്മുടെ ഫ്ലഡ് റോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ധാരണ അത് ഔദ്യോഗികമായി അഡ്മിനിസ്ട്രേറ്റീവ് സാക്ഷൻ AS ആയിട്ടുണ്ട്, FS ആയിട്ടുണ്ട്, TS ആയിട്ടുണ്ട്, ടെൻഡർ എടുത്തിട്ടുണ്ട്, അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതാ അഗ്രിമെൻറ്റ് വെക്കുക എന്ന നടപടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ദീർഘമായ സമയം പിടിക്കും. വെള്ളക്കരത്തിന് സമാനമാണ് കേന്ദ്ര നടപടിയെന്ന കെ. സുരേന്ദ്രന്റെ പ്രതികരണത്തെ മന്ത്രി ആക്ഷേപിച്ചു. നീതീകരിക്കാനാകാത്ത ന്യായീകരണങ്ങൾ പറയാതെ സംസ്ഥാനത്തിനു വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിന് വേണ്ട സഹായം കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. കെ. സുരേന്ദ്രൻ ഉൾപ്പെടുന്ന കേരളത്തിലെ ജനതയാണ് ദുരിതമനുഭവിക്കുന്നതെന്ന് ഓർക്കണമെന്നും കെ. രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പനയമ്പാടത്തെ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പനയമ്പാടത്തെ അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡിന്റെ നിർമ്മാണവും മാർക്കിങ്ങും അശാസ്ത്രീയമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് കൂടുതൽ വീതിയും മറുവശത്ത് കുറഞ്ഞ വീതിയിലുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ ഇവിടെ അടിയന്തരമായി ഡിവൈഡർ സ്ഥാപിക്കും. അപകടത്തിന് കാരണമാകുന്ന വലതുഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇടതുഭാഗത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുടെ യോഗം ചൊവ്വാഴ്ച വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡിലെ പ്രശ്നം പരിഹരിക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അനുവദിക്കേണ്ടത്. അവർ വിസമ്മതിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി വഴി തുക അനുവദിക്കും. റോഡിലെ തകരാറുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തിയ UDFന്റെ സമരപ്പന്തൽ സന്ദർശിച്ച് നേതാക്കളോട് സംസാരിച്ച മന്ത്രി സ്ഥലത്തെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ കേട്ടു. തുടർന്ന് വാഹനാപകടം നടന്ന സ്ഥലത്തെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളും കേട്ടാണ് മന്ത്രി മടങ്ങിയത്. റോഡപകടം നടന്ന പ്രദേശത്തെ റോഡിലൂടെ സ്വന്തം കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് മന്ത്രി പാതയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ വിലയിരുത്തിയത്. ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും കൂടി ചൊവ്വാഴ്ച, അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ച ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്, ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പനയമ്പാടം വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ കുടുംബാംഗങ്ങളെ അവരുടെ വീടുകളിലെത്തി സന്ദർശിച്ചു. ഒരു തരത്തിലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുരന്തമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ മന്ത്രി അപകടമുണ്ടായ റോഡിന്റെ തകരാർ കാരണം ഇനി മറ്റൊരു ദുരന്തമുണ്ടാകാൻ അനുവദിക്കില്ലെന്ന് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി. റോഡിന്റെ തകരാർ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ ആലോചിച്ച് തീരുമാനിക്കും. മരിച്ച റിദ ഫാത്തിമയുടെ അച്ഛൻ ഓട്ടോ തൊഴിലാളിയാണ്. അവർക്ക് സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് താമസം. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഇവർ താമസിക്കുന്നതിന് സമീപത്ത് തന്നെ റവന്യൂ വകുപ്പിന്റെ പുറമ്പോക്ക് ഭൂമി ലഭ്യമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിച്ചത് റവന്യൂ മന്ത്രിയെ ധരിപ്പിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ക്യാബിനറ്റ് മീറ്റിംഗിലാണ് തീരുമാനിക്കുകയെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, പോലീസ് RTO ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിന് ഇടയാക്കിയ അപകടസ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത്, ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്കാണ് പ്രദേശത്ത് റോഡ് പരിശോധന ആരംഭിച്ചത്. അപകടമുണ്ടായ സ്ഥലം മുതൽ ദുബായ് കുന്ന് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും സംഘം വിശദമായ പരിശോധന നടത്തി. മേഖലയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു. ആക്ഷൻ പ്ലാൻ പരിശോധിച്ച ശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ട് പ്ലാൻ നടപ്പാക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരിമ്പയിൽ നിരവധി അപകടങ്ങളുണ്ടായിട്ടും സർക്കാർ ഗൗരവത്തിലെടുക്കാതിരുന്നതാണ് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PMA സലാം. റോഡിന്റെ അശാസ്ത്രീയത സംബന്ധിച്ച് നിരവധി പരാതികളും നിർദ്ദേശങ്ങളും നൽകിയിട്ടും അത് സർക്കാർ പരിഗണിച്ചില്ലെന്ന് PMA സലാം പറഞ്ഞു. മന്ത്രി കണ്ടെത്തുന്നതിനു മുമ്പേ ഇവിടുത്തെ നാട്ടുകാർ റോഡിന്റെ പ്രശ്നം കണ്ടെത്തിയതാണ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് അപകടത്തിന് ഉത്തരവാദികൾ. കുട്ടികളുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കണം. ആരുടെ വീഴ്ച കൊണ്ടാണോ അപകടമുണ്ടായത് അവരിൽ നിന്ന് തുക ഈടാക്കണം. സർക്കാർ ഇതിന് തയ്യാറാകണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ഹൈക്കോടതി മാർഗനിർദ്ദേശം ലംഘിച്ചുള്ള പൂരം നടത്തിപ്പിൽ കേസെടുത്തു. കീഴൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിയമലംഘനത്തിനെതിരെ സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് കേസെടുത്തത്. കീഴൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ, സംയുക്ത പൂരാഘോഷ കമ്മിറ്റി, ക്ഷേത്രോപദേശക സമിതി പ്രതിനിധികളടക്കം 7 പേരെ പ്രതികളാക്കിയാണ് കേസ്. നാട്ടാന പരിപാലന ചട്ടം, വന്യജീവി സംരക്ഷണ നിയമം, ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നാളെ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കോടതി നിർദ്ദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ക്ഷേത്രത്തിൽ 29 ആനകളുമായി കൂട്ടിയെഴുന്നള്ളത്ത് നടത്തിയത്. നിയമലംഘനങ്ങളും ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളും ചൂണ്ടിക്കാട്ടി പോലീസും വനം വകുപ്പും ക്ഷേത്ര ഭാരവാഹികൾക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇത് അവഗണിച്ച് പൂരം നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ചെന്നിത്തല ആവർത്തിച്ചു. MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം തൃശൂരിൽ ചോദിച്ചു. താൻ MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിച്ചു. അടുത്ത ബന്ധമാണ് MK രാഘവനുമായുള്ളത്. ഉയർന്നുവന്ന വിവാദങ്ങൾ പാർട്ടി പരിശോധിക്കും. MK രാഘവൻ പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ വച്ചാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. MK രാഘവനുമായിട്ട് എന്ത് രഹസ്യ കൂടിക്കാഴ്ച? നമ്മുടെ MP അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. രാഘവനോട് സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് KPCC ഉപസമിതി വെച്ചു. ഉപസമിതി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. MK രാഘവൻ കോൺഗ്രസ്സിന് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അത് എന്നോടൊപ്പം 10 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ എൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും KPCC ഇങ്ങനൊരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതി കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിക്കുന്നത് ദൗർഭാഗ്യകരമായ നിലപാടാണെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം. PV അൻവറുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല. ചാണ്ടി ഉമ്മൻ വളർന്നുവരുന്ന നേതാവാണ്. പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും CPM-ന് KSEB എപ്പോഴും കറവപ്പശുവാണെന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൂരം പ്രതിസന്ധി വിഷയത്തിൽ ശബരിമല മോഡൽ സമരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കരുതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. വയനാട്ടിലെ സഹായത്തിന് കേന്ദ്രം പണം ചോദിച്ചു എന്നത് വ്യാജ വാർത്തയാണെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ ഒരു ഉത്സവവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇടപെട്ട പ്രതിസന്ധി പരിഹരിക്കണം. തൃശൂരിൽ നടന്ന ഉത്സവരക്ഷാ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ ശബരിമല മോഡൽ രംഗത്ത് വരിക എന്നല്ലാതെ വേറെ മാർഗമില്ല. അതിന് വിശ്വാസികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രേരിപ്പിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊക്കെ ഒരു തടസ്സമുള്ള കാര്യമൊന്നുമല്ല. തൃശ്ശൂർ പൂരവും അതുപോലെ ഈ 8 പൂരങ്ങളും ഇവിടെ പറഞ്ഞ 6000 പൂരങ്ങളും കേരളത്തിലെ ജനങ്ങളെ വിചാരിച്ചാൽ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരു കോടതിക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരു സർക്കാരിനും തടസ്സപ്പെടുത്താൻ കഴിയില്ല. നമ്മളതിനെ നേരിട്ട് അതിനെ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല. വയനാട്ടിലെ സഹായത്തിന് കേന്ദ്രം പണം ചോദിച്ചു എന്നത് വ്യാജ വാർത്തയാണെന്ന് സമ്മേളനത്തിന് ശേഷം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. വൈദ്യുതി ബോർഡ് ഉൾപ്പെടെ പണം ഈടാക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത് അവർ പണം ഈടാക്കും. കാലങ്ങളായുള്ള കുടിശ്ശിക കൊടുത്തിട്ടില്ലെന്നും കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നത് കുറേ കാലമായുള്ള പ്രചരണം മാത്രമാണെന്നും K. സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഒന്നാമത്തേത് വയനാട് രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടല്ല. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഗവൺമെന്റ് കൊടുക്കാനുള്ള കുടിശ്ശികയെ പറ്റിയിട്ടാണ്. ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ 1-ാം പേജ് വാർത്തയാണ്. ഇതൊരു വ്യാജ കഥയാണ്. കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവര് ചെലവഴിക്കുന്ന കാര്യത്തിന് പണം ചോദിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാലിശ്ശേരിയിൽ കിണറിൽ നിന്ന് ഉഗ്രവിഷമുള്ള അണലികളെ സാഹസികമായി പിടികൂടി. പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജൻ പെരുമ്പിലാവ് 1 മണിക്കൂറോളം നീണ്ട കഠിന പരിശ്രമത്തിലൂടെയാണ്
2 അണലികളെ കിണറിൽ നിന്ന് പിടികൂടിയത്. പിടികൂടിയ പാമ്പുകളെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ചാലിശ്ശേരി BSNL ഓഫീസിന് സമീപമുള്ള സ്വകാര്യ വളപ്പിലെ കിണറിലാണ് ഉഗ്രവിഷമുള്ള 2 അണലികളെ കണ്ടെത്തിയത്. സമീപത്ത് ജോലി ചെയ്തിരുന്നവർ പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചു. തുടർന്നാണ് പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകരുമായ രാജൻ പെരുമ്പിലാവിനെ സ്ഥലത്തെത്തിച്ചത്. ചാലിശ്ശേരി പോലീസിന്റെ സാന്നിധ്യത്തിൽ 1 മണിക്കൂറോളം നീണ്ട കഠിന പരിശ്രമത്തിലൂടെയാണ് 2 അണലികളെയും പിടികൂടിയത്. പാമ്പുകളുടെ ഇണചേരൽ കാലം കൂടിയായ ഈ സീസണിൽ പ്രസവിക്കാറായ ഏകദേശം 4 വയസ്സോളം പ്രായമുള്ള പെണ്ണണലിയെയും 3 വയസ്സോളം പ്രായമുള്ള ആണണലിയെയുമാണ് പിടികൂടിയതെന്ന് രാജൻ പെരുമ്പിലാവ് പറഞ്ഞു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വീടിന്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള പാമ്പാണ് അണലി. വട്ടക്കൂറ, ചേരത്തണ്ടൻ, തേക്കിലപ്പുള്ളി എന്നിങ്ങനെയുള്ള വിവിധ പേരുകളിൽ ഇവ അറിയപ്പെടും. ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള പാമ്പുകൂടിയാണ് അണലിയെന്ന് രാജൻ പെരുമ്പിലാവ് പറഞ്ഞു. ഒളിഞ്ഞിരുന്ന് ഇരപിടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അണലി മറ്റ് പാമ്പുകളെപ്പോലെ ആളനക്കം കേട്ടാലും ഓടിപ്പോകില്ല. 360 ഡിഗ്രിയിൽ തിരിഞ്ഞു കടിക്കാനുള്ള പ്രത്യേകതയാണ് അണലിയെ അപകടകാരിയാക്കുന്നത്. കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ കൂടുതലും അണലിയുടെ കടിയേറ്റാണെന്നും രാജൻ പറഞ്ഞു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പിടികൂടിയ പാമ്പുകളെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിലാണ് തീപിടുത്തമുണ്ടായത്. 3ാം നിലയിലെ AC യൂണിറ്റിന് തീപിടിക്കുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു തീപിടുത്തം. 100-ലധികം ജീവനക്കാരും നിരവധി കസ്റ്റമേഴ്സുമുള്ള സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. 3ാമത്തെ നിലയിലെ AC യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതോടെ വലിയ രീതിയിലുള്ള പുക ഉയർന്ന് പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. ഇതോടെ ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെയുള്ളവർ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയോടി. സംഭവം അറിഞ്ഞയുടൻ തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഓക്സിജന്റെ സഹായത്തോടെ തീയണയ്ക്കുകയായിരുന്നു. തീയണച്ചിട്ടും 1 മണിക്കൂറോളം നേരം സ്ഥാപനത്തിന്റെ 3 നിലകളിലും ബേസ്മെന്റ് ഫ്ലോറിലും പുകമയമായിരുന്നു. ഒടുവിൽ ഫയർഫോഴ്സ് ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് വലിച്ചു കളഞ്ഞു. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിലൂടെ വസ്ത്രങ്ങളിലേക്ക് തീ പടരാതെ നോക്കിയതിനാലാണ് വലിയ ദുരന്തമൊഴിവായത്. തീപിടുത്തത്തിൽ AC യൂണിറ്റും വയറിങ്ങും ഉൾപ്പെടെ കത്തിനശിച്ചു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആളപായം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാടിന് പ്രത്യേക പുനരധിവാസ പാക്കേജ് നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ CPI പറളി ലോക്കൽ കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. ചക്കാന്തറയിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. പന്തംകൊളുത്തി പ്രകടനത്തിന് ശേഷം പറളി ചന്തപുരയിൽ നടന്ന പ്രതിഷേധ യോഗം CPI പറളി ലോക്കൽ സെക്രട്ടറി PD ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. EK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MS ചന്ദ്രശേഖരൻ, PC മോഹൻദാസ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഈ പ്രതിക്ഷോഭം മൂലം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സ്വാഭാവികമായും ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള നഷ്ടം നികത്തുന്നതിനും സഹായം ചെയ്യുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ഭരിക്കാനും ഇവിടെ ഉണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരം കാണാനും അതിന് അർഹമായ പാക്കേജ് പ്രഖ്യാപിക്കാനും ബന്ധപ്പെട്ട ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P. ബാലഗോപാൽ, DCC അംഗം C. കിദർ മുഹമ്മദ്, KR ശരത് രാജ്, ഹരിദാസ് മച്ചിങ്ങൽ, AM അബ്ദുള്ള, M. ജമീല, M. വത്സകുമാർ, ഫ്രിൻഡോ M. ഫ്രാൻസിസ്, M. മനോജ്, ഉമ്മർ ഫാറൂഖ്, B. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ, അനിൽ ബാലൻ,
SM താഹ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷററായി ഹരിദാസ് മച്ചിങ്ങലിനെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ യുവാവ് നടത്തിയ അപകടകരമായ സ്കേറ്റിംഗിൽ സ്വമേധയാ കേസെടുത്ത് പോലീസ്. മാധ്യമങ്ങളിൽ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നടപടി. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധത്തിലായിരുന്നു സ്കേറ്റിംഗ് എന്നാണ് പോലീസ് FIR. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ യുവാവിൻ്റെ സ്കേറ്റിംഗ്. ബസ്സുകൾക്കിടയിലൂടെയും ഓട്ടോറിക്ഷയിൽ പിടിച്ചുമെല്ലാം മാറി മാറി യുവാവ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. ഈ ദൃശ്യങ്ങൾ വാർത്തയായതോടെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് KP 118 വകുപ്പ് പ്രകാരം കേസെടുത്തത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധത്തിലായിരുന്നു സ്കേറ്റിംഗ് എന്നാണ് പോലീസ് FIR. വാഹനങ്ങളുടെ ഇടയിലൂടെയും അതിവേഗതയിലും അലക്ഷ്യവുമായി റോളർ സ്കേറ്റ് ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്കേറ്റിംഗ് നടന്ന സമയത്ത് നഗരത്തിലെ പോലീസിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. 25 വയസ്സ് തോന്നിക്കുന്ന ഹിന്ദി സംസാരിക്കുന്ന യുവാവാണ് സ്കേറ്റ് ചെയ്തതെന്ന് പോലീസിന് സൂചന ലഭിച്ചു. യുവാവിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു. മുള്ളൂർക്കര NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പ്രസവാനുകൂല്യം നമുക്കറിയാം 2000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഒരു 13,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വതന്ത്ര സംഘടനയാണ്, നമുക്കറിയാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള എല്ലാ അംഗങ്ങളും ഇതിലുണ്ട്. നമുക്ക് ഏത് അറ്റം വരെയും പോകാം. എങ്ങനെ? നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു മതസംഘടനയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമ്മൾ സ്വതന്ത്ര സംഘടനയാണ്, ഇതിലെല്ലാ പാർട്ടിക്കാരുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് ED ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VV ശാന്തി റിപ്പോർട്ടും ട്രഷറർ ET ശാലിനി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വിവിധ കലാമേഖലകളിൽ മികവ് പുലർത്തിയവരെയും വിവിധ പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ട് വായിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ, ഏരിയ ട്രഷറർ CR ബിന്ദു, KV രജനി, M ദാമോദരൻ, KV നിലീന, MM സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പാറ യൂണിറ്റ് കൺവെൻഷൻ ALP സ്കൂളിൽ നടന്നു. അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ടൈലേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുദർശൻ, ചാർജ് സെക്രട്ടറി പ്രഭിത, ഗിരിജ, മോഹനകുമാരി, രാജൻ, അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തയ്യൽ തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി യൂണിറ്റ് സൗഹൃദ ചായ സംഘടിപ്പിച്ചു. സംഗമം ഷാഹുൽ ഹമീദ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ നടക്കുന്ന SYS പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഡിസംബർ 27 മുതൽ 29 വരെ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വെട്ടിക്കാട്ടിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഛായ സംഘടിപ്പിച്ചത്. ഷാഹുൽ ഹമീദ് അസ്ഹരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളന പ്ലാറ്റിനം ഇയർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് SYSന്റെ കേരളത്തിലെ 6000-ലധികം വരുന്ന യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന സൗഹൃദ ഛായ എന്ന് പറയുന്ന സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ വെട്ടിക്കാട്ടിരി യൂണിറ്റിലെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഈ നാട്ടിലുള്ള കാരണവന്മാരും യുവാക്കളും പൊതുപ്രവർത്തകരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുഴുവൻ ആളുകളും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കുവച്ചിരുന്ന നമ്മുടെ നാടിന്റെ ഒരു മനോഹരമായ ആ കാഴ്ചയെ തിരിച്ചു പിടിക്കുക, ആ സൗഹൃദ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഷ്റഫി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സൗഹൃദ പ്രഭാഷണം നടത്തി. PA അബ്ദുൽ ജബ്ബാർ കോൺഗ്രസ്, MA അബ്ദുൽ അസീസ് മുസ്ലിം ലീഗ്, PM ബഷീർ CPM,
അബ്ദുൽ ലത്തീഫ് സഖാഫി, SYS തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ചോറോട്ടൂരിൽ രക്തദാന കൂട്ടായ്മയിലെ യുവാക്കളെ DYFIയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. നിർധനരായിട്ടുള്ള അല്ലെങ്കിൽ അത്യാസന്ന നിലയിലായിട്ടുള്ള രോഗികൾക്ക് രക്തം നൽകിക്കൊണ്ടുള്ള സഹായം പോലുള്ള സഹായം, വേണ്ടപ്പെട്ട ഒരാളെ ആശുപത്രിയിലാക്കി ഉടനെ രക്തം വേണം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഒരു പെടാപ്പാട് പലരും അനുഭവിച്ചിട്ടുണ്ട്. ഉടനടി രക്തം വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോ അതിന് വിളിക്കാവുന്ന, വിശ്വസിച്ച് വിളിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന പേരാണ് DYFI പ്രവർത്തകർ. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി K കൃഷ്ണകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, DYFI മേഖലാ പ്രസിഡന്റ് P അനുശ്രീ, E ശശീന്ദ്രൻ, C മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്ന 24 പേരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. CPIM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ഡിസംബർ 16, 17 തീയതികളിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് പഴയകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു. CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി, നെടുമ്പുര ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പഴയകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചത്. നായനാർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങും സാംസ്കാരിക സന്ധ്യയും UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അഷറഫ്, KP രാധാകൃഷ്ണൻ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ലോക്കൽ സെക്രട്ടറിമാരായ KP അനിൽ, MH അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 16, 17 തീയതികളിൽ തളിയിലെ A പത്മനാഭൻ നഗറിലാണ് സമ്മേളനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂരപ്പന വഴിപാടായി സ്വർണ്ണ നിവേദ്യക്കിണ്ണം. 311.5 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ നിവേദ്യക്കിണ്ണമാണ് ഒരു ഭക്തൻ വഴിപാടായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ചെന്നൈ അമ്പത്തൂർ സ്വദേശി MS പ്രസാദ് എന്ന ഭക്തനാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ഗുരുവായൂരപ്പന്റെ സോപാനത്ത് സ്വർണ്ണക്കിണ്ണം സമർപ്പിച്ചു. ഏകദേശം 38.93 പവൻ തൂക്കം വരും സ്വർണ്ണക്കിണ്ണത്തിന്. 25 ലക്ഷം രൂപയോളം വിലമതിക്കും. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സ്വർണ്ണക്കിണ്ണം ഏറ്റുവാങ്ങി. ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ്, പ്രസാദിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വഴിപാടുകാർക്ക് ഗുരുവായൂരപ്പന് ചാർത്തിയ കളഭം, പട്ട്, കദളിപ്പഴം, തിരുമുടിമാല, പഞ്ചസാര എന്നിവയടങ്ങിയ പ്രസാദങ്ങൾ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണ പരിപാടികൾ നടത്തിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന അറബി ഭാഷാ ക്വിസിന്റെ സംസ്ഥാനതല മത്സരവും അറബി ഭാഷാ സെമിനാറും ദിനാചരണ പരിപാടികളുടെ ഭാഗമായി നടന്നു. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ക്വിസ് മത്സര വിജയികൾക്കുള്ള അവാർഡ് ദാനവും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ അബ്ദു പതിയിൽ അറബിക് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. KAMA സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി, KAMA സംസ്ഥാന ജനറൽ സെക്രട്ടറി M തമീമുദ്ദീൻ, ട്രഷറർ PP ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. TRK സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ്. 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 52ഓളം വരുന്ന മുനിസിപ്പാലിറ്റികളും 140ഓളം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലൊക്കെയായി
ഈ മത്സരം നടക്കുക. അപ്പോൾ ആ മത്സരത്തിൽ നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ അതല്ലെങ്കിൽ നമ്മുടെ അഭിരുചികളെ നമുക്ക് പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും. കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലുമൊക്കെ അതിനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ കഴിഞ്ഞു വന്ന പല ആളുകളും ഇതിലുണ്ടാവുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം കെ എസ് മഞ്ജിമ, വി സിന്ധു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 27 ക്ലബ്ബുകൾ പങ്കെടുത്തു. 124 പോയിന്റ് നേടി കൂനത്തറ രാഗം ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് നിർവഹിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് സജീവമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആർട്സ് ഐറ്റംസിന് പങ്കാളിത്തം വളരെ വളരെ കുറവായിരുന്നു. ഗെയിംസ് 40 വയസ്സ് വരെയുള്ള കലാ കായിക പ്രേമികൾക്ക് അവസരം നൽകുകയും ഈ അവസരത്തിലൂടെ പഞ്ചായത്ത് തലം കഴിഞ്ഞു 20-ാം തീയതി മുതൽ ബ്ലോക്ക് തല മത്സരങ്ങൾ നടക്കുകയാണ്. അതിനെ തുടർന്ന് ജില്ലാ മത്സരങ്ങളും തുടർന്ന് സംസ്ഥാനതല മത്സരങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നതാണ്. മങ്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ മങ്കര നിള ക്ലബ്ബ് കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ ജേതാക്കളായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനിത, രമേശ്, രുക്മിണി, അഖിൽ, അഭിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ അഹല്യ ആശുപത്രിയുടെ സഹകരണത്തോടെ കുത്തന്നൂരിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുത്തന്നൂർ പ്രാരുകാടിൽ നടന്ന ക്യാമ്പ് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ എ അജേഷ് സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകരായ വി വിജയരാഘവൻ, ജി സ്വാമിനാഥൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൽ പ്രമോദ് കുമാർ, കെ പത്മാവതി, എ അജിത, ഡോക്ടർ സി വി ഐശ്വര്യ, പ്രിൻസ് ജോൺ, ലൈബ്രറിയൻ ചിത്ര എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ നിള ക്യാമ്പസിൽ വീണ്ടും സ്ത്രീകളുടെ കഥകളി. കഥകളിയിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിരുന്ന കാലം മാറുകയാണ്. കഥകളിയിൽ സ്ത്രീവേഷവുമായി നന്ദിത എന്ന വിദ്യാർത്ഥിയാണ് അരങ്ങിലെത്തിയത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗവും നൃത്താധ്യാപികയുമായ അജിത രവികുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മാസക്കളി എന്നാണ് പറയുക. എല്ലാ മാസവും ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നു. അതന്ന് നമുക്ക് ഡാൻസും ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടാവും. ഏതൊക്കെയാണോ കുട്ടികൾക്ക് അത് അവരുടെ കലയെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവർക്ക് സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു പരിഭ്രമവും ഒക്കെ മാറാനായിട്ടും കൂടുതലായിട്ട് അവർക്ക് അതിനോടുള്ള ആഭിമുഖ്യം തോന്നുന്നതിനായിട്ടും മറ്റേത് നമ്മൾക്ക് പരിപാടി എപ്പോഴെങ്കിലും രണ്ടാമത്തെ വർഷം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പുറത്തുള്ള ഒരു പരിപാടി കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനായിട്ടും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഞങ്ങളെല്ലാവരും പോയിരിക്കും. കലാമണ്ഡലം അക്കാഡമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഹിഡുംബിയായി നന്ദിത അരങ്ങിലെത്തിയപ്പോൾ ആദിത്യൻ ഭീമസേനനായി. സംഗീതത്തിൽ വിനീഷ് കാർത്തിക് എന്നിവരും ചെണ്ടയിൽ അദ്രജും ഇടക്കയിൽ ശ്രീശങ്കറും മദ്ദളത്തിൽ ആകാശും ചുട്ടിയിൽ എം എ അർജുനും അകമ്പടിയായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പേരൂർ കൈപ്പയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം തിങ്കളാഴ്ച നടക്കും. ഭക്തിനിർഭരമായ പരിപാടികളോടെയാണ് പേരൂർ കൈപ്പയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായത്. യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിനിർഭരമായി.
വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടത്തിയത്. രാവിലെ നാരായണീയ പാരായണം, വൈകിട്ട് തിരുവാതിരക്കളി എന്നിവയുമുണ്ടായി. 16-ന് പ്രതിഷ്ഠാദിനാഘോഷം നടക്കും. പല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഒരാൾ ലോൺ എടുക്കാൻ ഒരാവശ്യമായി ലോൺ എടുക്കാൻ വരുമ്പോൾ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റായി സംസാരിച്ച് ആ ആൾ കൊണ്ടുവന്ന ആധാരം സെക്രട്ടറി കൃത്യമായി പഠിച്ച് വന്നതിൻ്റെ പിറ്റന്നാളോ അതിൻ്റെ തൊട്ട ദിവസമോ അയാളുടെ സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോൾ പ്രസിഡന്റും ബാങ്കിന്റെ സെക്രട്ടറി, പ്രദേശത്തെ ഡയറക്ടറും. പൊതുയോഗത്തിൽ ബാങ്ക് സെക്രട്ടറി KB സുധീർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർ MA മോഹൻദാസ് അനുശോചന പ്രമേയം വായിച്ചു. ഡയറക്ടർമാരായ TS അബ്ദുൽ മുത്തലിഫ്, VC ആദം, KS സന്തോഷ് കുമാർ, കനകലത, KV രാജൻ, സുബൈദ എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് സബീന സ്വാഗതവും PP സദാശിവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരിതരക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രം പണം ചോദിച്ചത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാനാകാത്തതെന്നും K രാജൻ. സിമന്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച കരിമ്പ പനയമ്പാടത്ത് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഉദ്യോഗസ്ഥർക്കൊപ്പം അപകടസ്ഥലവും മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി സന്ദർശിച്ചു. നാട്ടുകാരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി. കരിമ്പ മേഖലയിൽ നിരവധി വാഹനാപകടങ്ങളുണ്ടായിട്ടും സർക്കാർ ഗൗരവത്തിലെടുക്കാതിരുന്നതാണ് കൂടുതൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മന്ത്രി കണ്ടെത്തുന്നതിനു മുമ്പ് നാട്ടുകാർ ഈ ഭാഗത്തെ പാതയുടെ പ്രശ്നം കണ്ടെത്തി പരാതി നൽകിയതാണ്. പരാതികളും നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിച്ചില്ലെന്നും PMA സലാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനയിൽ വൻ അഴിമതി. KCB എന്നും CPM-ന്റെ കറവ പശു. താൻ MK രാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ഇതിലെന്താണ് തെറ്റെന്നും രമേശ് ചെന്നിത്തല. പൂരം പ്രതിസന്ധി വിഷയത്തിൽ ശബരിമല മോഡൽ സമരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കരുതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വയനാട്ടിലെ സഹായത്തിന് കേന്ദ്രം പണം ചോദിച്ചു എന്നത് വ്യാജ വാർത്ത. പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരുന്നത് കഴിവുകേട് മറച്ചുപിടിക്കാനെന്നും K സുരേന്ദ്രൻ. കുന്നംകുളത്ത് ഹൈക്കോടതി മാർഗനിർദ്ദേശം ലംഘിച്ചുള്ള പൂരം നടത്തിപ്പിൽ സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തു. നടപടി കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിയമലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ 7 പേർ പ്രതികൾ. തൃശൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. 3-ാം നിലയിലെ AC യൂണിറ്റിന് തീപിടിച്ചു. വൻ ദുരന്തമൊഴിവായത് ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലം. ചാലിശ്ശേരിയിൽ കിണറിൽ നിന്ന് ഉഗ്രവിഷമുള്ള അണലികളെ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.